ഓം ഗം ഗണപതേ ഗ്ലൗം ഗണപതേ ശ്വേതാർക്ക ഗണപതേ ശ്വേതാർക്ക നിവാസായ വാസുദേവപ്രിയായ ദക്ഷപ്രജാപതി രക്ഷകായ സൂര്യവരദായ കുമാരഗുരുവേ നമഃ. അഗസ്ത്യാശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ദശരഥൻ്റെ കൂട്ടുകാരനായ ജടായുവിനെ രാമലക്ഷ്മണന്മാരും സീതയും കണ്ടുമുട്ടുന്നു. പഴയ തൻ്റെ വയസ്യനായ ദശരഥൻ്റെ മക്കളാണെന്നറിഞ്ഞപ്പോൾ ജടായുവിന് വളരെയേറെ ഇഷ്ടം തോന്നുന്നൊരു ഭാഗം. അപ്പം ഇതാണ് സ്നേഹിതന്മാർ തമ്മിലുള്ളൊരു ബന്ധം. അപ്പോൾ സ്നേഹിതന്മാരെന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം, അല്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടിയാകരുത് സ്നേഹം. രാമ രക്ഷ. ഗൗതമീതീരേ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ ആജ്ഞയും നൽകി മുനി. ശ്രുത്വാതൽ സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യപാദാംബുജം യാത്രയുമയർപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം അദ്രിശൃംഖാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷും എത്രയും വളർന്നോരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോക്ഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രക്ഷസാം പ്രവരനീ കിടക്കുന്നതു മുനിഭക്ഷകൻ ഇവന നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നിടൂ നീ ഭീതിയുണ്ടാകൊല്ല കൊല്ലുവനിവന ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ട് ഭക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വദ്യനല്ലകം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവൽ ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. രാമാ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടം ഇനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലമ്മാറു സീതാലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്ത് ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ട്
തൽപ്പവും ഉണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്ക് ഉത്തരതീരേ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും. കദളീവന സമ്രാധ്യാഖില ഫലവൃക്ഷാവൃതകാനനെ ജനസംബോധ വിവർജിതേ. നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ കാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ച് ആസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ച് അർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കടൽ കൂപ്പി വിനയാനുതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനേ. ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം പരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴിപോലെ. കേട്ടാലും എങ്കിലതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽഭഭ്രമമെല്ലാം. മുൻപിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അൻപോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമടോ. ജ്ഞേയമായുള്ള പരമാത്മാനം അറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാലാകുന്നതു നിർണയം. അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക. അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം വിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിൽ
ഏതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കിൽ ഇല്ലതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം. തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം. ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മാസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതും മൂർഖി കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല, രണ്ടുമൊന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംബും ഹിംസാവക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ച് സമബുദ്ധിയ അന്യുഭാവവും അകലക്കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദസ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തന്മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനജാരാമമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകാം എങ്കിലുറച്ച മനസ്സോടും സർവദാ രാമരാമേതി ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്ത് ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മജ്ഞാനതൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിലുറച്ചു ചമഞ്ഞിടും. മനസ്സേ വികൽപ്പങ്ങളേതുമേ ഉണ്ടാകില്ല, ആത്മാവാകുന്നതെന്തുണ്ടോ കേളതുമെങ്കിലും. ആത്മാവല്ലല്ലോ ദേഹപ്രാണബുദ്ധ്യഹങ്കാരം. ആത്മാവാകുന്നത് എന്തുണ്ടോ കേളതുമെങ്കിലും. ആത്മാവല്ലല്ലോ ദേഹപ്രാണ ബുദ്ധ്യഹങ്കാരം. മാനസാദികൾ ഒന്നും ഇവറ്റിൽ നിന്നുമേലേ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിദാത്മാവ് ശുദ്ധമവ്യക്തം ബുദ്ധം. തൽപദാത്മാ ജ്ഞാനിക തുൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നു കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ
സർവസത്വാന്തർഗതനാം അപരിച്ഛേദ്യനല്ലോ. ഏകൻ അദ്വയൻ പരൻ അവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദി ലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടു ഉപഗമ്യൻ യോഗിനാമേകാത്മാനാം ജ്ഞാനം ആചാര്യശാസ്ത്രൗഹു ഉപദേശൈകജ്ഞാനം ആത്മനോരേവം ജീവപര്യോർമൂലവിദ്യ ആത്മനി കാര്യാകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോൾ ഒരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതന്മാത്മാവെന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപമിതുള്ള വണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. മൽഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരുന്താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടുപണി. രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി എറിഞ്ഞിടുവതവണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായിവരും നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം. ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും മൽഭക്തന്മാരായുള്ള നിത്യസംഗമമതും മൽഭക്തന്മാരെ കരിയോടു സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചുകൊള്ളുകയുമഥ. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിഭ്രാണാം കൊടുക്കയുമഥ. മൽകഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതം യുദ്ധമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്ക് ഒരന്തരാവരാതൊരു ഭക്തിയുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമോത്തമന്മാരായുള്ളവർ അവരല്ലോ. ഭക്തിയുക്തന് വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശനാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമത്രയും ഗുഹ്യം മമ. ഭക്തന്മാർക്കൊഴിഞ്ഞൊരു ഉപദേശിച്ചിടരുതല്ലോ. ഭക്തന്മാർക്കൊഴിഞ്ഞു ഉപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോടു വിശ്വാസം വരികയാൽ. ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാമർത്യനിതു നിത്യമായി പാഠം ചെയ്യിലജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്ത സംസ്ഥിതിയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനം അകന്നു പോവും.
ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്ത സംസ്ഥിതിയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രമാപദേ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജടായുവിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ജടായു പറഞ്ഞു, വധ്യനല്ല ഞാൻ, വയസ്യനാണ് ദശരഥൻ്റെ. അപ്പം വളരെയേറെ സ്നേഹം തോന്നിയ രാമൻ കഷ്ടമായി പോയല്ലോ താൻ ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരണം. എന്നാലും അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇവിടെ ഇദ്ദേഹം വസിച്ചു വാഴുക. അങ്ങനെ പഞ്ചവടിയിലേക്ക് രാമ ലക്ഷ്മണ സീതാസമേതനായിട്ട് പ്രവേശിക്കുമ്പോൾ രാമൻ ഒരു ദിവസം ലക്ഷ്മണനെ വിളിച്ച് ലോകതത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗം കേൾക്കുമ്പോൾ മോക്ഷം കിട്ടുമെന്നുള്ളതാണ് വിശ്വാസം. എന്തായാലും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമഭഗവാനെ രക്ഷ.